ശ്രീലങ്കൻ തീരത്തിന് സമീപം അമേരിക്കൻ അന്തർവാഹിനിയുടെ ടോർപിഡോ ആക്രമണത്തിൽ ഇറാനിയൻ യുദ്ധക്കപ്പലായ IRIS ഡേന തകർന്ന സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആക്രമണത്തിന് മുൻപ് കപ്പൽ ഉപേക്ഷിക്കാൻ അമേരിക്കൻ സൈന്യം 2 തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇറാനിയൻ കമാൻഡർ നാവികരെ അതിന് അനുവദിച്ചില്ല എന്ന വാർത്ത ലോകത്തെ ആകെ അമ്പരപ്പിക്കുകയാണ്. സ്വന്തം നാവികരെ ഇറാൻ കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ എങ്ങും ഉയരുന്നത്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരി ഈ സംഭവം നടന്ന ഉടനെ തന്നെ സ്വന്തം രാജ്യത്തെ നാവികസേനയെ ചതിയന്മാർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഇന്ത്യയിലെ ചില ഇറാൻ പ്രേമികളുടെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന ഒരു മറുപടി കൂടിയാവുകയാണ് ഈ പുതിയ വാർത്ത. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് അമേരിക്ക തങ്ങളുടെ കപ്പൽ ആക്രമിച്ചത് എന്നായിരുന്നു ഇറാന്റെ ഇതുവരെയുള്ള വാദം. എന്നാൽ അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഡേനയിലെ ഒരു നാവികൻ സംഭവത്തിന് തൊട്ടു മുൻപ് തന്റെ പിതാവിനെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഇറാനിലെ തന്നെ ഒരു മാധ്യമമായിട്ടുള്ള ഇറാൻ ഇന്റർനാഷണൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. കപ്പലിൽ നിന്നും പുറത്തു പോകാൻ US സൈന്യം 2 തവണ മുന്നറിയിപ്പ് നൽകിയെന്നും എന്നാൽ ഭീഷണി ആസന്നമായിരുന്നിട്ടും കപ്പൽ ഉപേക്ഷിക്കാൻ കമാൻഡർ അനുവദിച്ചില്ല എന്നുമാണ് റിപ്പോർട്ട്. ആക്രമണത്തിന് മുൻപ് ചില നാവികർ കമാൻഡറുമായി വാഗ്വാദത്തിൽ ഏർപ്പെട്ടതായും ഇതിൽ വ്യക്തമാക്കുന്നു. ഇവിടെയാണ് ചില സുപ്രധാന ചോദ്യങ്ങൾ ഉയരുന്നത്. വിശാഖപട്ടണത്ത് വെച്ച് നടന്ന മിലാൻ 2026 നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് ഫെബ്രുവരി 25-നാണ് ഈ കപ്പൽ മടങ്ങുന്നത്. യുദ്ധം തുടങ്ങുന്നത് 28-ാം തീയതിയാണ്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടെന്ന് അറിഞ്ഞ നിമിഷം ഈ കപ്പലിന് വിശാഖപട്ടണത്തേക്ക് തന്നെ മടങ്ങി വരാമായിരുന്നു. അമേരിക്കൻ പടക്കപ്പലുകൾ അറബിക്കടലിൽ കാത്തു നിൽപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും അങ്ങോട്ട് തന്നെ നീങ്ങാൻ എന്തുകൊണ്ടാണ് കമാൻഡർ നിർബന്ധം പിടിച്ചത്? സുരക്ഷിതമായ ഒരു തീരത്തേക്ക് മടങ്ങാൻ കമാൻഡർക്ക് ഓർഡർ ലഭിക്കാതിരുന്നതാണോ? അതോ മനഃപൂർവ്വം അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇറാന്റെ ആഭ്യന്തര സൈനിക ഘടനയിലുണ്ട്. ഇറാനിൽ അടിസ്ഥാനപരമായി 2 സൈന്യങ്ങളുണ്ട്. ഒന്ന് അവിടുത്തെ ദേശീയ സൈന്യം, മറ്റൊന്ന് ഖമേനി ഭരണകൂടത്തിന്റെ സ്വന്തം IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ്. 1979-ൽ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് മുല്ലമാർ അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് അന്നുണ്ടായിരുന്ന ദേശീയ സൈന്യത്തെ വിശ്വാസമല്ലായിരുന്നു. അതുകൊണ്ട് തങ്ങളുടെ മതഭരണകൂടത്തെ സംരക്ഷിക്കാൻ കടുത്ത മതവിശ്വാസികളെ ഉൾപ്പെടുത്തി അവർ രൂപീകരിച്ചതാണ് IRGC. അതായത് മതവിരോധികളുടെയും അവിശ്വാസികളുടെയും ഒരു പ്രതിവിപ്ലവം ഉണ്ടാകുന്നത് തടയാൻ വേണ്ടി രൂപീകരിച്ചതാണ് IRGC. ഇതേ IRGCയെയാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ചേർന്ന് തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചത്. ഇന്ന് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ 30% നിയന്ത്രിക്കുന്നത് ഈ IRGC ആണ്. പാകിസ്ഥാനിൽ അസീം മുനീറിന്റെ സൈന്യം എങ്ങനെയാണോ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് അതിന് സമാനമാണ് ഇറാനിൽ IRGCയുടെ അവസ്ഥ. പണം, അധികാരം, ആയുധങ്ങൾ എല്ലാം ഇവരുടെ കയ്യിലാണ്. ഇറാന്റെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ഷഹീദ് പോലുള്ള ഡ്രോൺ ശേഖരവും നിയന്ത്രിക്കുന്നത് IRGC ആണ്. എന്നാൽ മറുവശത്ത് രാജ്യത്തിന്റെ സ്വന്തം ദേശീയ സൈന്യത്തോട് കൊടിയ ചിറ്റമ്മ നയമാണ് ഖമേനി ഭരണകൂടം കാണിക്കുന്നത്. ഫണ്ടില്ലാതെ പഴയ ആയുധങ്ങളുമായി നട്ടം തിരിയുകയാണ് അവർ. ഇറാന്റെ ദേശീയ എയർഫോഴ്സിന്റെ കയ്യിൽ കുറെ ഫാൻഡം വിമാനങ്ങളാണ് ഉള്ളത്. ഇസ്രയേൽ ആക്രമണത്തിൽ പറന്നു പൊങ്ങാൻ പോലും പറ്റാതെ തറയിൽ കിടന്ന് തന്നെ നശിച്ചു പോയ വിമാനങ്ങളെല്ലാം ഈ ദേശീയ സൈന്യത്തിൻ്റെതായിരുന്നു. അപ്പോൾ ഇറാൻ ദേശീയ സൈന്യത്തിന്റെ പടക്കോപ്പുകളുടെ നിലവാരം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്വന്തം രാജ്യത്തെ ദേശീയ സൈന്യത്തിനെ തഴയുന്ന IRGCക്ക് ഹൂത്തികളോടും ഹിസ്ബുള്ളയോടും വലിയ പ്രിയമാണ്. IRGCയുടെ ഒരു വിങ്ങായ ഖുദ്സ് ഫോഴ്സ് ആണ് ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കുമൊക്കെ സായുധ പരിശീലനവും എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും നൽകുന്നത്. ചുരുക്കത്തിൽ ലബനനിൽ ദേശീയ സൈന്യത്തെക്കാൾ വലിയ ശക്തിയായി ഹിസ്ബുള്ള നിൽക്കുന്നത് പോലെയാണ് ഇറാനിൽ IRGC. ഒരു വ്യത്യാസം എന്താണെന്നാൽ ലബനനിൽ ഹിസ്ബുള്ള അധികാരം കൈയാളുന്നില്ല, പക്ഷെ ഇറാനിൽ അധികാരവും IRGCയുടെ കയ്യിലാണ്. ഇപ്പോൾ മുക്കപ്പെട്ട IRS ഡേന എന്ന കപ്പൽ ഇറാന്റെ ദേശീയ നാവികസേനയുടേതാണ്. IRGCയുടെ നേവി അത് ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിലേക്ക് ഒന്നും പോകുന്ന ഒന്നല്ല. IRGCയുടെ പ്രവർത്തനം പ്രധാനമായിട്ടും ഒമാൻ കടലിൽ, പിന്നെ ആ ഹോർമൂസ് കടലിടുക്കിൽ ഒക്കെയാണ്. അവിടെ ചെറിയ ചെറിയ ഉപരോധങ്ങൾ, സീ മൈനുകൾ ഒക്കെ ഏർപ്പെടുത്തുന്നതാണ് ഇവരുടെ ഒരു മെയിൻ പരിപാടി. അന്താരാഷ്ട്ര സമുദ്രാതിർത്തികളിലൂടെയുള്ള യാത്രകൾ മുഴുവൻ ഈ പാവം ദേശീയ നേവിയുടെ തലയിലാണ്. സ്വന്തം കമാൻഡർമാർക്ക് മടങ്ങാൻ അനുവാദം കൊടുക്കാതെ ഡേനയിലെ നാവികരെ കൊലക്കി കൊടുത്തത് IRGCയും ഇറാന്റെ ഭരണകൂടവും തന്നെയാണെന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സംഭവം നടന്ന ഉടനെ ഇന്ത്യയിലെ ചില ഇറാൻ പ്രേമികൾ ഇന്ത്യൻ നാവികസേനയ്ക്കെതിരെ തിരിഞ്ഞത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എന്ത് നടന്നാലും ഇന്ത്യയാണ് ഉത്തരവാദി എന്നും ഇന്ത്യ രക്ഷാപ്രവർത്തനത്തിന് പോയില്ല എന്നും ഒക്കെ പറഞ്ഞായിരുന്നു ഇവരുടെ വിലാപം.
ഇന്ത്യൻ മഹാസമുദ്രം എന്ന പേരുള്ളത് കൊണ്ട് ആ സമുദ്രം മൊത്തവും ഇന്ത്യയുടെ വകയാണെന്ന് കരുതുന്ന ഇത്തരം വിവരദോഷികളോട് എന്ത് പറയാനാണ്? ഭൂമിയുടെ ഉപരിതലത്തിന്റെ 20% ഇന്ത്യൻ മഹാസമുദ്രമാണ്. അതെല്ലാം ഇന്ത്യയുടേതാണ് എന്നാണോ ഈ പൊട്ടന്മാരുടെ വിചാരം? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് കൃത്യമായ അതിർത്തികളുണ്ട്. ശ്രീലങ്കൻ തീരത്ത് നിന്ന് 19 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം നടന്നത്. സമുദ്ര നിയമപ്രകാരം ഇന്ത്യക്ക് അവിടെ യാതൊരു നിയമപരമായിട്ടുള്ള ബാധ്യതയുമില്ല. അതിർത്തിക്ക് അപ്പുറമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചില എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ മത്സ്യബന്ധനത്തിനും ഖനനത്തിനും ഒക്കെയുള്ള അവകാശമല്ലാതെ അതിലൂടെ പോകുന്ന ഒരു വിദേശ പടക്കപ്പലിനെ തടയാനോ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും ഇന്ത്യക്ക് അധികാരമില്ല. എന്നിട്ടും തികഞ്ഞ ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. വിശാഖപട്ടണത്ത് നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഇന്ത്യൻ നാവികസേന ഡേനയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കപ്പൽ തകർന്ന വിവരം അറിഞ്ഞ ഉടനെ ശ്രീലങ്കൻ തീരത്തേക്ക് INS തരങ്കിണി, INS ഈക്ഷക് എന്നീ 2 പടക്കപ്പലുകളും വിമാനങ്ങളും ഇന്ത്യ രക്ഷാപ്രവർത്തനത്തിനായി അയച്ചു. മാത്രമല്ല, ഇറാന്റെ മറ്റൊരു യുദ്ധക്കപ്പലായ IRIS 11 നിന്നുള്ള അഭ്യർത്ഥന കേട്ട് അവരെ കൊച്ചിയിൽ നങ്കൂരമിടാൻ അനുവദിച്ച് സുരക്ഷിതമായ പാർപ്പിടം ഒരുക്കിയതും ഇന്ത്യ തന്നെയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇന്ത്യയെ ആതിഥേയ മര്യാദ പഠിപ്പിക്കാനും അധിക്ഷേപിക്കാനും ഒക്കെയാണ് ഇന്ത്യയിലെ ചില ഖമേനി ആരാധകർ ഇറങ്ങിത്തിരിച്ചത്. ഇന്ത്യൻ നാവികസേനയെ പോലും ഇറാനെ ചതിച്ച തെണ്ടികൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഇന്ത്യയിലെ ഇറാൻ പ്രേമികളെ അണ്ണാക്കിൽ വീഴുന്ന ക്ലസ്റ്റർ ബോംബാണ് ഈ പുതിയ വാർത്ത. സ്വന്തം നാവികരെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഇറാന്റെ തന്നെ കമാൻഡർമാരുടെ പിടിപ്പുകേടാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവർക്കൊന്നും ഒന്നും പറയാനില്ല. ചില സമയത്ത് തോന്നും ഇന്ത്യയിൽ ജനാധിപത്യം ഉള്ളതിന്റെ പോരായ്മകളാണ് ഇതൊക്കെയെന്ന്. ഇവർ വാനോളം പോഴ്ത്തുന്ന ഇറാനിലെ പോലുള്ള ഒരു സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു ഇവിടെയെങ്കിൽ വസ്തുതകൾ പോലും അറിയാതെ സ്വന്തം സൈന്യത്തിനെതിരെ ഇങ്ങനെ നാവാട്ടം നടത്തിയവരാരും പിന്നീട് പുറം ലോകം കാണില്ലായിരുന്നു എന്നതാണ് സത്യം. എന്തിന് ഗൾഫ് രാജ്യങ്ങളിൽ പോലും ഇറാൻ അനുകൂല പോസ്റ്റുകൾ ഇടുന്നവരെയും അവരുടെ സൈന്യത്തിനെ അധിക്ഷേപിച്ചവരെയും ഒക്കെ പിടിച്ച് നാട് കടത്തുകയാണ്. അവരുടെ സ്വന്തം പൗരന്മാരെയാണ് കുവൈറ്റ് നാട് കടത്തിയത്. അപ്പോൾ ഇവരൊക്കെ ഇന്ത്യയിലായത് ഇവരുടെ ഭാഗ്യം എന്നല്ലാതെ എന്തു പറയാൻ? എന്നിട്ടും നാഴികയ്ക്ക് 40 വട്ടം പറയും മോദി ഹിറ്റ്ലറിന്റെ 2ാം ജന്മമാണ്. ഈ പറയുന്നമാർക്കൊന്നും ഇറാനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇത് പറയുന്നതെന്നറിയാം. മറിച്ച് ഇന്ത്യയോടുള്ള അടങ്ങാത്ത കലിപ്പാണ് എന്നറിയാത്തത് കൊണ്ടല്ല. പിന്നെ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഇവനൊക്കെ വെറുതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുറയ്ക്കാനല്ലാതെ ഒരു ചുക്കും ഈ രാജ്യത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. ഒരു കമന്റോ ട്രോളിനോ അപ്പുറം എന്തെങ്കിലും നീയൊക്കെ ഈ രാജ്യത്തിനെതിരെ ചെയ്താൽ നിമിഷങ്ങൾക്കകം നിന്റെയൊക്കെ നെഞ്ചിൽ ഓട്ട വീഴും എന്ന് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ദേശസ്നേഹികൾ നിന്റെയൊക്കെ സോഷ്യൽ മീഡിയയിലെ ഈ നെകളിപ്പ് കണ്ട് മിണ്ടാതിരിക്കുന്നത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സുഡാപ്പികളൊക്കെ പഞ്ചപുച്ഛമടക്കി വായുമടച്ചിരിക്കുക. GCC രാജ്യങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയണമെന്ന് തോന്നും, ഇറാനെ വാഴ്ത്തി പാടണമെന്ന് തോന്നും. പക്ഷെ ചെയ്യരുത്. പറയുന്നത് കേൾക്കാതെ തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് ഒടുവിൽ അവന്മാർ ചാട്ടവാറിട്ട് പുറം പൊളിക്കുമ്പോൾ മോദിജി രക്ഷിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞ് മോങ്ങരുത്. എന്തായാലും ഖമേനിയുടെ ആൾക്കാരോ IRGCയോ ഒന്നും നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. ആരെങ്കിലും രക്ഷിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി മോദി മാത്രമായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.